വെൽക്കം ടു അവർ ചാനൽ. സോ ഇത് നമ്മുടെ മൂന്നാർ ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടാണ്, സെക്കൻഡ് വ്ളോഗാണ്. ഇതിൽ നമ്മൾ മെയിൻലി നമ്മുടെ റിസോർട്ടിൻ്റെ റിവ്യൂ ആണ് പറയുന്നത്. സോ എല്ലാവരും കാണുക, ഫുൾ കാണുക. ഇത് മൊത്തം ലൈവ് ഓഡിയോയിലാണ് പോകുന്നത്. ഇത് നമ്മൾ ഒറ്റയടിക്ക് ഷൂട്ട് ചെയ്തിട്ടുള്ള നമ്മളിങ്ങനെ പാർട്ടായിട്ടൊന്നും അല്ല തീരുമാനിച്ചിരുന്നത്. ലോങ് വീഡിയോ ആയതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ പാർട്ടാക്കാൻ തീരുമാനിച്ചത്. സോ ഇനി ഒരു പാർട്ടും കൂടെ കാണും കേട്ടോ ഇതിൻ്റെ. അപ്പം അതും എല്ലാവരും കാണണം. സോ എൻജോയ്, ഡു സബ്സ്ക്രൈബ് ടു ആ ചാനൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വ്ളോഗൊക്കെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. യുവർ സപ്പോർട്ട് ഈസ് അവർ സ്ട്രെങ്ത്. ഇനിയും നമുക്ക് വീഡിയോകൾ ചെയ്യാനുള്ള സ്ട്രെങ്ത്താണ് നിങ്ങളുടെ സപ്പോർട്ട്. സോ ദാറ്റ്സ് ഇറ്റ്. എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അങ്ങനെ നമ്മൾ റിസോർട്ടിന്റെ അടുത്തോട്ടെത്തി. ഇവിടുന്നിട്ട് വേണം എടുക്കണം. പ്രോപ്പർ സ്ഥലം എന്താ? അങ്ങനെയാണ് അതിന്റെ പ്രൊനൗൺസിയേഷൻ. സോ നമുക്ക് ഇവിടെ ബോർഡ് കാണാം, റിവർഡെയിൽ. ഇതൊരു നമുക്ക് ഇതും ഒരു മല പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഒരു മലയുടെ മണ്ടയ്ക്ക് ഒന്ന് താഴോട്ട് ഇറങ്ങിപ്പോ. അത് നമുക്കൊന്ന് ഇവിടുന്ന് ഒന്ന് എടുത്ത് വ്യൂ കാണിച്ചു തരാം റിസോർട്ട് എങ്ങനെയാണെന്ന്. റിസോർട്ടിൽ ഇതാണ് റിസോർട്ട്. താഴെ കാണുന്ന കോട്ടേഴ്സ് ആണ് റിസോർട്ട്. നമുക്ക് അവിടെ ഒരു ഫ്രണ്ടിലൊരു റിവർ ഇതുണ്ട്, റിവർ ഫ്രണ്ടേജാണ്. സോ റിവറിൻ്റെ സ്ട്രീംസിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാം. നല്ലൊരു ആംബിയൻസാണ്. സോ നമുക്ക് ഇതാണ് ഇത് ആ വഴി ഉണ്ടോ, ഇങ്ങനെ കയറി ഇവിടെ നിന്ന് കറങ്ങി അങ്ങനെ ഒരു വലിയൊരു ഇതാണ്. സോ അപ്പോൾ നമുക്ക് റിസോർട്ടിലേക്ക് പോകാം. നമുക്ക് ഈ മല ഇറങ്ങിപ്പോകാം. ഇത് കറക്റ്റ് ഒരു റിവർ സൈഡ് ആട്ടോ. താഴെ ഏത് റിവറാണെന്നൊന്നും ആരും ചോദിക്കരുത്, എനിക്കറിയില്ല. ഇതൊരു നാരോ റോഡാണ്, കഷ്ടിയാണ്. ഒരു വണ്ടിക്ക് പോവാം. സ്പേസ് ഉണ്ട്. എലിഫന്റ് പാസേജ് ഇങ്ങനെയല്ല, റൗണ്ട് അല്ല, ഒരു സ്ലോപ്പാ, സ്ട്രെയിറ്റ് സ്ലോപ്പാ. പക്ഷെ അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്. ആദ്യത്തെ തുടക്കത്തിലെ കയറ്റുന്ന സെക്യൂരിറ്റി. പക്ഷെ ഇവിടെ ഒരു സെക്യൂരിറ്റി ഇല്ലെങ്കിൽ താഴെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണത്തില്ല, വിസിബിൾ ആവത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവന് പോകാൻ സ്ഥലം കാണത്തില്ല, നമുക്കും പോകാൻ സ്ഥലം കാണത്തില്ല. അപ്പം സോ അതൊരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ആ ഗേറ്റിന്റെ അവിടെ ഇറ്റ് വിൽ ബി ബെറ്റർ. കുറച്ചുകൂടെ ഇതിപ്പം സ്റ്റാർട്ടിംഗ് ടൈം ആണ്. എന്നാലും സ്റ്റാർട്ടിംഗ് ടൈം ആണെന്ന് പറഞ്ഞാൽ ഇത് നെഗറ്റീവാണ്. നമ്മളിവിടെ വന്നു നമ്മുടെ റിസോർട്ടിന്റെ എൻട്രൻസിലെത്തി. റിസപ്ഷൻ ഓഫീസ് ആണ്. എല്ലാം ക്രിസ്മസ് ആയതുകൊണ്ട് സ്റ്റാർ ഒക്കെ കത്തിച്ചിട്ടിട്ടുണ്ട്. സ്റ്റാറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ ഒരു ദിവസം സ്റ്റാർ ഫാക്ടറി പോയി ഒരു വ്ലോഗ് എടുക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ഡിസംബർ. ഇവിടെ സ്റ്റോർ നമുക്ക് റിവേഴ്സ് എടുത്ത വണ്ടി ഇടാം. എല്ലാവരും നമ്മൾ റിവേഴ്സ് എടുത്ത വണ്ടി ഇട്ട് കഴിഞ്ഞാൽ എടുത്തോണ്ട് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ദാറ്റ് ഈസ് എ ഡ്രൈവിംഗ് ടിപ്പ്. അപ്പുറത്തും കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഇവിടെ ഒരു പിറ്റുണ്ട്. ഇത് റെസ്റ്റോറൻ്റ് ആണ്. ഫുഡ് എന്താ? ഫുഡ് രാത്രി അല്ല.
മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് Buffet. ബഫറ്റാണ് മോർണിംഗ് ബഫറ്റ്. ഇന്ന് രാത്രി ക്യാമ്പറൊക്കെ ഉണ്ടെന്ന് ഞാൻ രാവിലെ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ലൈക്ക് ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല. ബാർബിക്യൂ ക്യാമ്പർ റെസ്റ്റോറൻറ്റ് ഇവിടെയാണ്. സോ റൂം സർവീസും ഉണ്ടെന്ന് തോന്നുന്നു. വണ്ടി അവിടെ കൊണ്ട് ഇട്ടാൽ പക്ഷെ സാധനം എടുക്കണ്ടേ? ഇവിടുന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് നമ്മുടെ. ഉണ്ട് ലഗേജൊക്കെ ക്യാരി ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. സോ നമ്മൾ അവർ ക്യാരി ചെയ്യുന്ന സ്റ്റിൽ എന്നാലും നമ്മൾ അതറിയത്തില്ല ഉണ്ടോ എന്താണോ അതിന് വരുമ്പോഴേ അറിയാൻ പറ്റത്തില്ല. ഗൈസ് നമ്മളപ്പം ചെക്കിനായി. സോ നമ്മളിപ്പം നേരെ റൂമിലോട്ട് പോവാണ്. സോ ഇന്ന് ക്യാമ്പ് ഫയർ ഉണ്ട് ഇവിടെ ആൻഡ് നൈറ്റ് ബാർബിക്യൂ ഉണ്ടെന്ന് പറഞ്ഞു. സോ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ വഴിയെ പറയാം. ദെൻ നമ്മളിപ്പം താഴോട്ട് പോവാം. ഇവിടെ ഓരോ റിവേഴ്സിൻ്റെ പേരിലാണ് ഓരോ കോട്ടേജസാണ് കേട്ടോ. അങ്ങനെയാണ് നമ്മളിപ്പോൾ താഴോട്ട് നടന്നു പോവാം. ഇവിടെ ലൈക്ക് കാർ ഇടാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കാർ എടുക്കാൻ പറ്റില്ല. സോ നമ്മൾ ലഗേജസൊക്കെ എടുത്ത് താഴോട്ട് പോവാണ് കോട്ടേജസ്. എങ്ങനെയാണ്? സോ ഇതാണ് നമ്മുടെ റൂം വരുന്നത്. ഇവിടെ ഫുൾ ഫില്ലാണെന്നാണ് പറയുന്നത്. ഗൈസ് നമ്മൾ ചെക്കിനായി. സോ ഇതാണ് നമ്മുടെ റൂം. ലൈക്ക് ദിസ് ഈസ് അവർ റൂം. ഒത്തിരി സ്പേഷ്യസ് ആണെന്ന് പറയത്തില്ല. ബാത്റൂം ചെറുതാണ്. ബാത്റൂം ഇസ് ലൈക്ക് ഹായ് ഇത് ഞാനാണ് കേട്ടോ. സോ ബാത്റൂമാണ്. ദിസ് ഇസ് ബാത്ത് ഏരിയ. കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. അത്ര സ്പേഷ്യസും അല്ല, ലൈക്ക് മീഡിയം. ദിസ് ഇസ് അവർ റൂം. ഗൈസ് നമുക്ക് അപ്പം നമ്മുടെ റൂമിൽ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ എന്താ കാണുന്നതെന്ന് നോക്കാം. ഏട്ടൻ ഓൾറെഡി അവിടെ ഉണ്ട്. ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പം ഇങ്ങനൊരു സെറ്റപ്പാണ്. ലൈറ്റിന് ഓപ്പോസിറ്റായിട്ട് പോകുന്നത് ഒരു റിവറാണ്. സോ ദിസ് ഇസ് ഇറ്റ്. ഇങ്ങനെയാണ് നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ. ഹൗസ് ഇറ്റ്? അതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുത്തു ഗൈസ്. അവിടെ എന്താ അവിടെ നടക്കുന്നത്? അവിടെ ബാർബിക്യൂവിന് സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ക്യാമ്പ് ഫയർ ആണോ? ഇപ്പോൾ ക്യാമ്പ് ഫയറും ബാർബിക്യൂ ഉണ്ട്. ഇന്ന് ഗസ്റ്റ് കുറവാണോ? ഇപ്പൊ ഈ മാസം ഫുൾ റിസർവ്ഡ് ആണെന്നാ പറയണേ. ഇല്ല, ഇങ്ങനൊരു സിറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ് നമ്മുടെ റൂമിനുള്ളത്. ഇവിടെ നോക്കി ഇതിങ്ങനെ കാണാം. ഇപ്പം മോർണിംഗ് നല്ല ചൂടായിരുന്നു, തണുപ്പൊന്നും ഇല്ലായിരുന്നു. തണുപ്പുണ്ടെന്ന് പറയാൻ പോലും നമുക്ക് പറ്റില്ലായിരുന്നു. ബട്ട് ഇപ്പം നല്ല തണുപ്പുണ്ട്. ആസ് സെഡ് നമ്മൾ രാവിലെ ഇറങ്ങിയപ്പം നല്ല മഞ്ഞുണ്ടായിരുന്നു. ദെൻ നമ്മൾ മൂന്നാർ കയറി. അപ്പോഴത്തേക്കും നല്ല വെയിൽ, നല്ല ചൂടായിരുന്നു, നല്ല ടാൻ അടിച്ചിട്ടുണ്ട് എനിക്ക്. സോ ബട്ട് ഇപ്പോൾ നല്ല തണുപ്പ്. നമ്മളിങ്ങോട്ട് ഇറങ്ങിയപ്പം, മൂന്നാറിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല മഞ്ഞ്, അത് നമ്മുടെ വ്ളോഗിനകത്ത് കാണിച്ചിട്ടുണ്ട് ഞാൻ. അപ്പം അങ്ങനെയാണ്. സോ ഇതാണ് ഇവിടുത്തെ വ്യൂ. പിന്നെ നമ്മൾ ക്യാമ്പ് ഫയറിൻ്റെ അടുക്ക പോയിട്ട് എടുക്കാം ബാക്കി.
ഗൈസ് ഇവിടെ ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് പറയാനുള്ളത്? വെള്ളത്തിന്റെ ഇതുണ്ടോ, വെള്ളത്തിന്റെ സൗണ്ട്. അത് കാണാൻ പറ്റില്ല, നമ്മൾ രാവിലെ എടുത്ത് കാണിച്ചു തരാം. ജസ്റ്റ് കാണാൻ പറ്റും. രാവിലെ സൺസെറ്റ് ഉണ്ടെന്നൊക്കെയാണ് ഇവിടെ ഒരാൾ പറയുന്നത്. ലൈക്ക് കാണാം. ദിസ് ഈസ് വാട്ട് മേക്സ് ദിസ് സ്പെഷ്യൽ. മ്യൂസിക് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഫ്രഞ്ച് ആൾക്കാരെ കണ്ടില്ലേ അന്ന് പോയപ്പോ ഞാൻ എടുത്ത ഫോട്ടോ പറയാം. ഗൈസ് നാളെ ഞങ്ങളുടെ ആനിവേഴ്സറി ആണ്. നാളെ മീൻസ് ഈ വ്ളോഗ് എന്ന് റിലീസ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. 24th ഞങ്ങളുടെ ആനിവേഴ്സറി ആണ് ഗൈസ്. എല്ലാവരും വിഷ് ചെയ്യൂ. ഷോർട്സ് എടുക്കാവോ? നമ്മളങ്ങനെ ക്യാമ്പ് ഫയർ ഒക്കെ കണ്ടിട്ട് അവിടുന്ന് നമ്മളിങ്ങ് കയറി പോയിരുന്നു. പിന്നെ നമ്മൾ റെസ്റ്റോറൻറ്റിലോട്ട് പോയില്ല, റൂമിലോട്ടാണ് ഫുഡ് ഓർഡർ ചെയ്തത്. നമ്മൾ ഒരു ഫുൾ ഗ്രിൽ ചിക്കൻ ദെൻ ചപ്പാത്തിയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ നമ്മളൊരു 8:30, 9 ഒക്കെ ആയപ്പോഴത്തേക്കും ഫുഡ് വന്നു. നമ്മളങ്ങനെ കഴിക്കുമായിരുന്നു. നല്ല ഫുഡായിരുന്നു, കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇറ്റ് വാസ് ഓക്കെ ഫുഡ്. ലൈക്ക് എന്തോ ഒരു ഫ്ലേവർ മിസ്സിങ് ഉണ്ടായിരുന്നു, അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു. എൻ്റെ പേഴ്സണലി എനിക്ക് ചില ഫ്ലേവേഴ്സ് അങ്ങനെ അതുകൊണ്ടായിരുന്നു. അത് ഇറ്റ് ഡിപ്പെൻസ് ഓൺ പീപ്പിൾ. അപ്പോൾ അങ്ങനെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, നല്ല ഇതായിരുന്നു. സോ റിസോർട്ടിനെ കുറിച്ച് പറയുമ്പം ഇറ്റ് ഈസ് എ ഗുഡ് റിസോർട്ട്. നല്ല റിസോർട്ടാണ്. ദെൻ നല്ല ആംബിയൻസ് ഒക്കെ ഉണ്ട്, ലൈക്ക് നൈറ്റ് ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ട്. പിന്നെ പുതിയ റിസോർട്ടാണ്, പറഞ്ഞല്ലോ 6 മാസം ആയിട്ടേ ഉള്ളൂ ഇനോഗ്രേറ്റ് ചെയ്തിട്ട്. ആൻഡ് ഇങ്ങനെയാണ് അതിൻ്റെ വ്യൂ വരുന്നത്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നല്ല ഫുഡാണ്. എങ്ങനെയുണ്ട് ഫുഡെന്ന് ചോദിച്ചു. അപ്പോൾ കഴിച്ചിട്ട് പറയാമെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് കൊള്ളാം, ഓക്കെ എന്ന് പറഞ്ഞു. സോ അത്രയാണ് ഇന്നത്തെ വ്ളോഗ്. സോ ഇത് നമ്മൾ കഴിഞ്ഞ വ്ളോഗ് തന്നെ ഒത്തിരി ഡ്യൂറേഷൻ ആയായിരുന്നു. അപ്പം നമ്മൾ ഇത് ഇവിടെ നിർത്തുവാണ്. നമുക്ക് ബാക്കി ഇനി അടുത്ത വ്ളോഗ് കാണാം. ബൈ.